കേരള പുലയർ മഹാസഭയുടെ ലയന സമ്മേളനം കോട്ടയത്ത് ചേർന്നു. മാനസികമായ ആ ഒരു ഐക്യത്തിലേക്ക് എത്തുവാൻ നമുക്ക് ജഗദീശ്വരൻ മഹാത്മാ ഗുരു അയ്യങ്കാളി നമ്മളെ അനുഗ്രഹിക്കട്ടെ. മഹാത്മാ അയ്യങ്കാളി അനുഗ്രഹിക്കുന്ന നിമിഷമാണ് ഇന്ന് കടന്നു പോകുന്നത്. കാരണം കേരളത്തിലെ പുലയർ മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു ദിവസമാണ് ഈ ലയനം. ആ ലയനത്തോടു കൂടി കേരളത്തിലെ KPMS പല ഗ്രൂപ്പുകളും അസ്തമിക്കാൻ പോകുന്ന ഒരു സുദിനമാണ്. ആ സുദിനം നമ്മൾ ആഘോഷിക്കും. കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞങ്ങൾ അറിയിക്കും. കാരണം ഇനി ഒരു KPMS ഇവിടെ ഉദയം കൊള്ളാൻ സാധിക്കില്ല. നമ്മളായിരിക്കണം KPMS. അതായിരിക്കും ഔദ്യോഗിക പക്ഷം. അത് നമ്മൾ മുന്നോട്ട് നയിക്കും എന്നുള്ള പ്രതിജ്ഞയാണ് ഈ മെയ് മാസം 26-ാം തീയതി കോട്ടയത്ത് വെച്ച് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറെടുക്കുക. നമുക്കൊരു വലിയൊരു പോരാട്ടത്തിലേക്കാണ് കിടക്കുന്നത്. ആ പോരാട്ടം നമ്മുടെ നെഞ്ചിനുള്ളിലേക്ക് ആവാഹിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KPMS, ജയ് അയ്യങ്കാളി. കേരളത്തിൽ നമ്മൾ ഇങ്ങനെ രണ്ട് തട്ടുകളായി നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് പൊതുസമൂഹത്തിനല്ല, വരും തലമുറ, നമ്മളെ ആകാംക്ഷയോട് നോക്കുന്ന, നമ്മുടെ പ്രതീക്ഷയോട് നോക്കുന്ന വരും തലമുറ അവരനുഭവിക്കാൻ പോണ ബുദ്ധിമുട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എനിക്ക് ഒരേപോലെ അറിയാം. കഴിഞ്ഞ കുറെ കാലമായി നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ഗ്രാൻഡും ലംസം ഗ്രാൻഡും ഒന്നും കിട്ടാതെ ഏകദേശം 14,000-ഓളം വിദ്യാർത്ഥികൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസം നിർത്തി അവർ പുറത്തു പോയി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ ഒരു കമ്മിറ്റിയിൽ, സർക്കാർ കമ്മിറ്റിയിൽ, തിരുവനന്തപുരത്ത് ഞാനുണ്ട്, ഒരു കമ്മിറ്റിയിൽ ഞാൻ ചോദിച്ചത്, ഞങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് എത്ര കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാതെ പുറത്തുപോയി, അവർക്ക് എന്തുകൊണ്ട് ഈ ഗ്രാൻഡും സ്റ്റൈപ്പൻഡും കൊടുക്കുന്നില്ല എന്ന് ആ കമ്മിറ്റിയിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ കമ്മിറ്റി ചോദിച്ചപ്പോ പട്ടികജാതി വകുപ്പിന്റെ ജില്ലാ ഓഫീസർ ഒരു അംബിക എന്ന് പറയുന്നൊരു ശ്രീ പറഞ്ഞ 38 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ഗ്രാൻഡും സ്റ്റൈപ്പൻഡും ലംസം കൊടുക്കാൻ കഴിയും. അത് കൊടുക്കാൻ കഴിയില്ലാത്തത് കൊണ്ട് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി നടത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന് ഉന്നതമായ ഉദ്യോഗസ്ഥയാ പറയുന്നത്. അപ്പൊ എന്താ കുഴപ്പം? നമ്മൾ ഇനി വിഘടിച്ച് നിൽക്കണു. ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ട് ഗ്രൂപ്പല്ല, നിങ്ങൾക്കറിയാം, നമ്മൾ ഒരുമിച്ച് പോയവരാണ്. കേരള പുലയർ മഹാസഭയുടെ ലയന സമ്മേളനം 2024 മെയ് 26-ന് കോട്ടയം പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. KPMS ഔദ്യോഗിക വിഭാഗമായ TV ബാബു വിഭാഗം വിവിധ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകളെ ഒരുമിപ്പിച്ച് ചേർത്ത് ഒന്നിച്ചു പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചാണ് ലയന സമ്മേളനം ചേർന്നത്. സംസ്ഥാന പ്രസിഡന്റ് ചെറുവയ്ക്കൽ അർജുനന്റെ അധ്യക്ഷതയിൽ കൂടിയ ലയന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PP വാവ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ TR ഇന്ദ്രജിത്ത് ലയന പ്രമേയം അവതരിപ്പിച്ചു. ജനറൽ സെക്രട്ടറി ശ്രീ KA തങ്കപ്പൻ സഭാ സന്ദേശം നൽകി. ഔദ്യോഗിക വിഭാഗം കൂടുതൽ ശക്തിപ്പെടുന്നതിൻ്റെ തുടക്കമാണ് ഈ ലയന സമ്മേളനമെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ അംഗങ്ങൾ ഈ സഭയിലേക്ക് ചേരുമെന്നും സഭ നല്ല ബുദ്ധിയെ, നല്ല മനസ്സിനെ വളരെയധികം ശ്ലാഘിക്കുകയും നമുക്ക് ഒരുമിച്ച് പോകാം. ഇതിൽ വന്ന എല്ലാ സ്നേഹിതന്മാർക്കും, സഹോദരന്മാർക്കും, നേതാക്കന്മാർക്കും നമസ്കാരം. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ നിങ്ങളുടെ അനുവാദത്തോടുകൂടി ലയനപ്രമേയത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ അടിസ്ഥാനവർഗ ജനതയുടെ വിശേഷാൽ പുലയരുടെ അവാന്തര വിഭാഗങ്ങളായ ചെറുമർ, ചേരമർ, അയ്യനവർ എന്നിവരുടെ സ്വത്വപരമായ ഏകീകരണവും മൗലികവും ജനാധിപത്യപരമായ അവകാശങ്ങൾ നേടിയെടുത്തവ സംരക്ഷിക്കുവാനും കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി സമാനതകളില്ലാത്ത സമര പോരാട്ടം നടത്തുന്ന സാമൂഹ്യ സമര സംഘടനയാണ് കേരള പുലയർ മഹാസഭ എന്ന KPMS. വർത്തമാനകാലത്ത് സാമൂഹിക വിഭവ വികസനത്തിലും ജീവിത വളർച്ചയിലും പിന്നാക്കം പോയ തദ്ദേശീയ ജനതയുടെ അടിസ്ഥാന വികസനം സാധ്യമാക്കി രാഷ്ട്രീയമായും സാമൂഹികമായും ഒരു പുരോഗമന സമൂഹമായി പരിവർത്തനപ്പെടുത്തുക എന്നതാണ് സഭയുടെ രാഷ്ട്രീയ നയം. ഈ പശ്ചാത്തലത്തിൽ പട്ടികജാതി പട്ടികവർഗ സമൂഹം നേരിടുന്ന വംശീയ അതിക്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാൻ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സാമൂഹിക പരിവർത്തനത്തിലൂടെ ഒരു രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റുകയും എന്നതുമാണ് സഭയുടെ ലക്ഷ്യം. ആ ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ KPMSന്റെ ഏകീകരണം സാധ്യമാകണം. ആ ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് നാം നിർവഹിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ യോജിച്ച് പ്രവർത്തിക്കുവാൻ
KPMS ഔദ്യോഗിക വിഭാഗത്തിലെ 2 ഘടകങ്ങളായ ഡോക്ടർ PP ബാബു പ്രസിഡന്റും ശ്രീ KA തങ്കപ്പൻ ജനറൽ സെക്രട്ടറിയും ശ്രീ CA ശിവൻ ഖജാൻജിയുമായുള്ള ഘടകവും ശ്രീ ചെറുവക്കൽ അർജുനൻ പ്രസിഡന്റും ശ്രീ TR ഇന്ദ്രജിത്ത് ജനറൽ സെക്രട്ടറിയും ശ്രീ VK രാജപ്പൻ ഖജാൻജിയുമായുള്ള ഘടകവും 2024 മെയ് മാസം 26 ഇന്ന് കോട്ടയം പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഈ ലയന സമ്മേളനം വർത്തമാനകാല സാഹചര്യങ്ങൾ പരിഗണിച്ചും സഭ ജനങ്ങളുടെ പൊതുതാൽപര്യം മാനിച്ചും ജനാധിപത്യപരമായ ലയന പ്രക്രിയയിൽ കൂടി ഇന്നു മുതൽ ഒന്നിച്ചു പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. KPMS